മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 5 ചൊവ്വ. വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രൊമോട്ടർമാർക്ക് പിന്തുണയൊരുക്കി കേരളത്തിന്റെ സാമൂഹിക ശരീരത്തെ ദുർബലപ്പെടുത്തുന്ന അപായകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഇടതുമുന്നണിയുടെ ജനദ്രോഹത്തിന് മതനിരപേക്ഷ മാനവിക കേരളം നൽകിയ കനത്ത പ്രഹരമാണ് ഈ ജനവിധിയെന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ദയനീയ പതനത്തിന്റെ പാഠങ്ങൾ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 കടന്ന ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി തുടർച്ചയായി 2 ഊഴം ഭരിച്ച ഇടത് ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളി ഭരണം പിടിച്ചിരിക്കുന്നു. 140 അംഗ നിയമസഭയിൽ 100-ലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കച്ചമുറുക്കിയിറങ്ങിയ ടീം UDF അഭൂതപൂർവമായ വിജയം നേടി. ക്യാപ്റ്റൻ പിണറായി 3-ാം ഊഴത്തിലേക്ക് ഭരണത്തിന് തുടർച്ച എഴുതുമെന്ന് കഴിഞ്ഞ ദിവസം വരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്ന LDF ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ കടപുഴകി വീണു. ഭരണകക്ഷിയെ നയിച്ച CPMന്റെ നേതാക്കളും അവരുടെ മടിശീലയിലുള്ള മാധ്യമങ്ങളും നവമാധ്യമക്കാരുമെല്ലാം ഭരണവിരുദ്ധ തരംഗം ദൃശ്യമല്ല എന്ന് അടച്ചു നിഷേധിച്ചപ്പോഴും ഇതുവരെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലുമുണ്ടായ ഇടത് പിണറായി ഭരണത്തിനെതിരായ ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് സ്വതന്ത്ര നിരീക്ഷകരും മാധ്യമങ്ങളും വിലയിരുത്തിയതാണ്. 2 ഊഴം പൂർത്തീകരിച്ച പിണറായി വിജയൻ സർക്കാർ അത്രമേൽ ജനങ്ങളെ വെറുപ്പിച്ചിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാവണം സർക്കാരിന്റെ അവസാന മണിക്കൂറുകളിൽ പെൻഷൻ, ക്ഷേമനിധി, സർവീസ് ആനുകൂല്യ സൗജന്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചതും കേന്ദ്രത്തിലെ സംഘ് പരിവാർ ശൈലിയിൽ നരേന്ദ്രമോദിയെപ്പോലെ കമ്മ്യൂണിസ്റ്റ് സർവാധിപതികളെപ്പോലെയും നാടാകെ കൂറ്റൻ ഹോർഡിങ്ങുകളിൽ ഒരേയൊരു അധികാരിയായി വിഗ്രഹം പോലെ വിരാജിച്ചതും. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയോടെയുള്ള ഈ പരിഹാസം അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ ജനം മറ്റാരുണ്ട് എന്ന അഹന്തയുടെ ചോദ്യത്തിന് UDFന് കൂറ്റൻ സ്കോർ സമ്മാനിച്ച് ചുട്ട മറുപടി നൽകിയിരിക്കുന്നു. ജയിച്ചു കയറിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ എത്ര ശക്തമാണ് ഇടത് ഭരണത്തിനെതിരായ ജനവികാരമെന്ന് മനസ്സിലാക്കാനാവും. പാർട്ടി പിഴച്ചാൽ പൊതുജനം മാത്രമല്ല അണികളും പിഴുതെറിയുമെന്നതിന്റെ തെളിവാണ് അഴിമതിയും അഹമ്മതിയും സ്വജനപക്ഷപാതിത്വവും വഴി നേതാക്കൾ നശിപ്പിച്ച CPMനെ കൈയൊഴിഞ്ഞ് UDF പിന്തുണയിൽ മത്സരിച്ച അമ്പലപ്പുഴയിലെ G സുധാകരൻ, തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ, പയ്യന്നൂരിലെ E കുഞ്ഞികൃഷ്ണൻ എന്നിവർ നേടിയ മിന്നുന്ന പ്രതികാര ജയം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 1-ാം ഇടതുമുന്നണി സർക്കാർ 2-ാം ഊഴത്തിലേക്ക് കടന്നത് ഭരണനേട്ടം എന്നതിലുപരി കോവിഡ് കാല പ്രതിസന്ധിയുടെ ആനുകൂല്യത്തിലായിരുന്നു. ഇടതു സർക്കാരിനെതിരെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ആക്ഷേപങ്ങളും പരാതികളും പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും സാമൂഹിക നിയന്ത്രണങ്ങളുടെ കോവിഡ് കാലത്ത് ഭരണകൂടത്തിന് ലഭിച്ച അധിക കാഴ്ചയും ആധികാരികതയും LDFന് 2-ാം ഊഴത്തിലേക്ക് ഈസി വാക്ക് ഓവർ നൽകി. അങ്ങനെ കേരളത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് കടന്ന CPM മുന്നണിയും നായകൻ പിണറായി വിജയനും 2-ാം ടേമിൽ പൂർണ്ണമായി മാറുന്നതാണ് കണ്ടത്. ഭരണത്തിലും രാഷ്ട്രീയത്തിലും പരിചയസമ്പന്നരെ പൂർണ്ണമായും ഒഴിവാക്കി പുതുതലമുറയെ ക്യാബിനറ്റിലേക്ക് കൂട്ടിയ പിണറായി അധികാരം കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിന്റെ തനത് ശൈലിയിൽ മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചു. അതിന്റെ എല്ലാ വീഴ്ചയും ഭരണ ദുരന്തങ്ങളായി ജനങ്ങൾക്കുമേൽ പതിച്ചു. കേരള മോഡൽ മേനി നടിച്ച രംഗങ്ങളിൽ പോലും അടിതെറ്റിയപ്പോൾ സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് മന്ത്രിമാർ തന്നെ ഏറ്റുപറഞ്ഞു. അപ്പോഴും ഭരണപരാജയം ബോധ്യപ്പെടുത്തേണ്ട പാർട്ടി നേതൃത്വവും അണികളും അധികാരികളെ വാഴ്ത്തുപാട്ടുപാടി വഴിതെറ്റിക്കുകയായിരുന്നു. എന്നാൽ ജനം ഭരണവിരുദ്ധ വികാരം കിട്ടിയ അവസരങ്ങളിലെല്ലാം വോട്ടുകുത്തി ബോധ്യപ്പെടുത്തി. അതിൽ നിന്ന് പഠിച്ച് തിരുത്തുന്നതിനു പകരം പരാജയത്തെക്കുറിച്ച് തെറ്റായ നിഗമനങ്ങളിലെത്തുകയായിരുന്നു CPMും ഇടതുമുന്നണിയും. അതിലൊന്നായിരുന്നു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായ CPM ഏറ്റുമുട്ടൽ. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ച ന്യൂനപക്ഷങ്ങൾ അവരുടെ പാർലമെന്റ് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് പിന്തുണ നൽകി. അതിന്റെ ന്യായം ചെയ്യുന്നതിനു പകരം മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ നിലപാടുകളെ എതിർപക്ഷത്ത് നിർത്തി യക്ഷിവേട്ടയ്ക്ക് മുതിരുകയായിരുന്നു CPM. BJP പ്രൊമോട്ട് ചെയ്യുന്ന മുസ്ലിം വിരുദ്ധ വെറുപ്പിന്റെ രാഷ്ട്രീയം കേരളത്തിലടക്കം പടരുന്ന സന്ദർഭത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന കൊച്ചു സംഘടന മുതൽ മുസ്ലിം ലീഗിന് വരെ കരുവാക്കി CPMും ഇടതുമുന്നണിയും കൈക്കൊണ്ട ഈ പ്രതിലോമ നിലപാട് പ്രയോഗത്തിൽ സംഘ് പരിവാറിന് വഴി എളുപ്പമാക്കി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കാനും ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ 3 സീറ്റുകളിൽ ജയം നേടാനും BJPക്ക് കഴിഞ്ഞത് ഈ സൗകര്യത്തിൽ നിന്നാണ് എന്നത് കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രൊമോട്ടർമാർക്ക് പശ്ചാത്തല സൗകര്യവും പിന്തുണയും ഒരുക്കി കേരളത്തിന്റെ സാമൂഹിക ശരീരത്തെ ദുർബലപ്പെടുത്തുന്ന അപായകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഇടതുമുന്നണിയുടെ ജനദ്രോഹത്തിന് മതനിരപേക്ഷ മാനവിക കേരളം നൽകിയ കനത്ത പ്രഹരം കൂടിയാണ് ഈ ദയനീയ പരാജയം. പരാജയ കാരണങ്ങൾ പഠിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിൽ നല്ലത്. ഇടതുപക്ഷ രാഷ്ട്രീയം കൈയൊഴിഞ്ഞ് കേന്ദ്രത്തിലെ സംഘ് പരിവാർ ഭരണകൂടത്തിന് മുന്നിൽ നിസ്സഹായത തുറന്നു പ്രകടിപ്പിച്ച CPM മുന്നണിക്ക് ജനം നൽകിയ ശിക്ഷയാണിതെന്ന് തിരിച്ചറിഞ്ഞ് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുമെങ്കിൽ ഇടതിനു കൊള്ളാം, കേരളത്തിനും. 0 നിന്ന് 3 സീറ്റിലേക്ക് BJP വളർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചു. പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഫലങ്ങളിൽ നിന്ന് നിലവിലെ രാഷ്ട്രീയ സന്നിഗ്ധാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് ഉചിതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ വൻ ഭൂരിപക്ഷം നേടിയ UDFനും ബാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നയനിലപാടുകൾക്കുള്ള അംഗീകാരമാണ് അവരുടെ അതിഗംഭീര വിജയം. ആ ജനവികാരത്തെ സാർത്ഥകമാക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാരും ഭരണവുമാണ് UDFൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത്. 10 വർഷം പുറത്തിരുന്ന ശേഷം നന്നായി ഗൃഹപാഠം ചെയ്തുള്ള ഒരു തിരിച്ചുവരവിൽ അവർ നിരാശപ്പെടുത്തില്ല എന്ന് പ്രത്യാശിക്കുക. മാധ്യമം പോഡ്കാസ്റ്റ്.